ഇവൻ അറിയുന്നുണ്ടോ ഇവന്റെ പേരിൽ ആരെല്ലാം തീ തിന്നുന്നെന്ന്? നീ കാണിച്ചത് നീതികേടല്ലേ അനി? ഈ കുഞ്ഞിന്റെ പേരിൽ അയാൾ എത്ര മോഹിച്ചു കാണും. അനീതിയായാലും അക്രമമായാലും എനിക്കിവനെ ഉപേക്ഷിക്കാൻ വയ്യ. അയാൾക്ക് ഞാനൊരു യന്ത്രമാണ്. പക്ഷെ ഒരമ്മയാണ് ഞാൻ. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്റെ വയറ്റിൽ ആദ്യമായി കുരുത്ത ഇവൻ എന്റെ മകനല്ലാതാവൂ? തെറ്റുപറ്റിയത് എനിക്കാണ്. ഈ ഒരു രണ്ടാം ജന്മം എനിക്ക് വേണ്ടിയിരുന്നില്ല. ഇതിന് ഞാൻ കൊടുത്ത വില. ദാസ്. അതെ അനി, ദാസ് ഒരു ഭർത്താവ് കൂടിയാണ്. ജീവിച്ചിരിക്കെ സ്വന്തം ഭാര്യ മറ്റൊരുവന്റെ ഗർഭം പേർന്നതിന് സാക്ഷി നിൽക്കേണ്ട ഗതികേടിലായ ഭർത്താവ്. ആത്മാഭിമാനം അന്നേ പണയപ്പെട്ടു. പരിഹാസം കേട്ട് ചെവി തഴമ്പിച്ചു. നാട്ടുകാരുടെ മുന്നിൽ ചന്ദ്രദാസ് ഇന്ന് ആരാണെന്നറിയൂ? ഭാര്യയെ കണ്ടവന്റെ വെപ്പാട്ടിയാക്കി വിട്ട് അതുകൊണ്ട് ശാപ്പാടടിക്കുന്ന മാന്യൻ. എന്റെ ഗതികേടിന്റെ സാക്ഷ്യപത്രം പോലെ ഈ വിഴുപ്പ് എന്റെ ജീവിതം മുഴുവൻ നമ്മോടത്തുണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എങ്കിൽ ദാസൻ എന്നെ ഉപേക്ഷിക്കാം. ഈ വിഴുപ്പ് ഞാൻ ഒറ്റയ്ക്ക് ചുമന്നോളാം. 1 വർഷം കൂടി കഴിഞ്ഞാൽ ഇനിയും ദാസന് കളിക്കളത്തിലിറങ്ങാം. ആരാധകരുടെ അഭിമാന താരമാകാം. അവിടെ ആനിയും മകനും അപമാനത്തിന്റെ സാക്ഷ്യപത്രമായി വരില്ല. രാജീവ് സമാധാനമായിരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അല്ലേ വെറുതെ ഭയപ്പെടുന്നത് എന്തിനാ? ഇപ്പൊ തന്നെ ഞാൻ പുഷ്പം പോലെ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്നില്ലേ? അതും എന്തെല്ലാം കാര്യങ്ങൾക്കാ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ഭീഷണിപ്പെടുത്തൽ, വധോദ്യമം. വേറൊരു വക്കീലായിരുന്നെങ്കിൽ റിമാൻഡിൽ വെക്കാൻ ഉത്തരവുണ്ടായേനെ. അതായിരുന്നു നല്ലത്. ഒരിക്കലും പുറത്തു വരാത്ത ജീവപര്യന്ത തടവ്. വക്കീലെ, കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടണമല്ലോ. കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കേസ്. നമുക്ക് 2 പോയിന്റ് വെച്ച് ആർഗ്യ ചെയ്യാം. ഒന്ന്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ഉടമ്പടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചേൻ. പിന്നെ ചീറ്റിംഗ്, വിശ്വാസവഞ്ചന. ലീഗലായിട്ട് കുഞ്ഞിനെ നമുക്ക് അവകാശപ്പെട്ടുകൂടെ? അതല്ലേ കോൺട്രാക്ട്. ഈ കോൺട്രാക്ടിന്റെ ബലമാണ് നമ്മുടെ ബലം. അന്ന് ഇത് എഴുതിയത് എന്റെ ഒറ്റൊരാളുടെ നിർബന്ധമാണ്. ഇല്ലെങ്കിലോ? ഈ ഗോവിന്ദൻ വക്കീലിനെ കോന്തം വക്കീലെന്ന് ചില എരപ്പാളികളെ പറയൂ. ബുദ്ധിയുള്ളവർ പറയില്ല. എന്തു പറയുന്നു? അതിപ്പോ കേസ് കഴിഞ്ഞിട്ട് പറയാം. ആ നിങ്ങളും വരണം കോടതിയിൽ സാക്ഷിയായിട്ട്. അങ്ങനെ വസ്തുനിഷ്ഠവും സത്യസന്ധവുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി ഉണ്ടാക്കിയ ഈ കരാർ ലംഘിച്ചുകൊണ്ടാണ് രണ്ടാം കക്ഷി ഇപ്പോൾ കുഞ്ഞിനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അണ്ടർ സെക്ഷൻ 406 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. 2 ലക്ഷം രൂപ റൊക്കമായി കൈപ്പറ്റുകയും വാക്കാലും രേഖയാലും രണ്ടാം കക്ഷി സമ്മതിച്ചിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും നിഷേധിക്കുകയും ചെയ്യുന്നത് വിശ്വാസവഞ്ചനയാണ്, ചീറ്റിംഗ്. സെക്ഷൻ 420 ഓഫ് ദി IPC. സാധുവും സത്യസന്ധനുമായ എന്റെ കക്ഷിക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ട മേൽ നടപടികൾ കൈക്കൊള്ളാൻ ബഹുമാനപ്പെട്ട കോടതിയോട് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, മേൽപ്പറഞ്ഞ കരാറുകളൊന്നും എന്റെ കക്ഷി നിഷേധിക്കുന്നില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന വൈദ്യശാസ്ത്ര രീതിക്കും അതിനുവേണ്ടി ഒന്നാം കക്ഷി ചെയ്തതുപോലുള്ള നടപടികൾക്കും ഇന്ത്യയിൽ നിയമസാധുതയില്ല. അതുകൊണ്ട് തന്നെ നിയമങ്ങൾക്കതീതമായ ഈ കോൺട്രാക്ട് നിലനിൽക്കത്തക്കതല്ല. ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ കോൺട്രാക്ട്. എന്റെ കക്ഷി വിവാഹിതയാണ്. ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായി ഈ കുട്ടിയുടെ പിതൃത്വം എന്റെ കക്ഷിയുടെ ഭർത്താവിനാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. So I request Your Honor to set aside the contract. That's all, Your Honor. Thank you.
This agreement is against Indian Contract Act. So the petition is rejected. യുവർ ഓണർ, ആസ് എ സ്പെഷ്യൽ കേസ്, സർ, ഹർജിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതെല്ലാം സത്യമാണ്. നിയമം എനിക്കറിയില്ല, പക്ഷെ അവൻ എന്റെ മകനാണ്. എനിക്ക് അവനെ വിട്ടു തരണം. നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ നിയമപരമായി അതിന് സാധുതയില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്പീലിന് പോവാം, പക്ഷേ ഇന്ത്യയിൽ ഒരു കോടതിയിലും ഇത് പരിഗണിക്കപ്പെടുകയില്ല. എന്താ ആലോചിക്കുന്നത്? രാജീവിനെ കുറിച്ച് ഓർക്കായിരുന്നു. കോൺട്രാക്ട് ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞ നിമിഷം അയാൾ ആകെ തകർന്നുപോയി. ദൈവം എന്റെ കൂടെയാണ്. എങ്കിൽ ദൈവം നീതിമാനല്ല. ദാസൻ ഇപ്പോഴും എന്റെ മനസ്സ് കാണാൻ കഴിയുന്നില്ലല്ലോ. എനിക്കറിയാം, പക്ഷേ ഞാൻ എല്ലാ മനസ്സുകളും കാണുന്നു. ദാസൻ എന്റെ മോനോട് വെറുപ്പാണ്. അതാണ് ദാസ് അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. വെറുപ്പല്ല അനി, ജീവിതം മുഴുവൻ നമുക്കൊരുമിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിച്ചവനാണ് ഞാൻ. ഇപ്പൊ നീ പറഞ്ഞില്ലേ എന്റെ മകൻ. ഇവൻ നിന്റെ മകനേ ആവുന്നുള്ളൂ, നമ്മുടെ മകനാവുന്നില്ല. ജീവിതത്തിൽ എന്നും ഇവൻ നിന്റെ മാത്രമാവും. അവിടെ ഞാൻ ഒറ്റപ്പെടും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അനി. അങ്ങനെ ചിന്തിക്കരുത്. ജീവിതം മുഴുവനും ദാസ് എന്നോടൊപ്പം ഉണ്ടാവണം. അതിനു വേണ്ടിയല്ലേ ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത്. ഈ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിച്ചു പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വളർന്നു വരുമ്പോ അവൻ അവന്റെ അച്ഛനെ തേടി പോവില്ല എന്ന് പറയാൻ കഴിയൂ? ഇല്ല, എന്റെ മോൻ എന്നെ വിട്ടു പോവില്ല. അതല്ല, പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ. അതുവരെ ഇവൻ നമ്മുടെ മോനാണ്. എന്റെ ദാസാണ് അവന്റെ അച്ഛൻ. ഒരു മകനെ പോലെ അവനെ സ്നേഹിക്കില്ല ദാസ്. കരയല്ലേ അനി, കരയരുത്. വീണ്ടും പഴയതുപോലെ ആയി അല്ലേ? ആ, അതെ, പൂർവാധികം ഭംഗിയായി തന്നെ തുടങ്ങി. സാരമില്ല. ഒരു കാര്യത്തിൽ അങ്കിൾ ഇനി സന്തോഷിക്കാം. അങ്കിള് പറയാറില്ലേ, ഈ സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുമെന്ന്. ഇനി അത് പേടിക്കണ്ട. എന്റെ മകൻ അവനാണെല്ലാം. വരൂ, വന്ന് കിടക്കൂ. ഏയ്, ഇത്ര നാളും വിശ്രമിക്കുകയായിരുന്നല്ലോ. ഒരു സ്വപ്നം കണ്ട് രസിച്ചങ്ങനെ കിടന്നു. 8-10 മാസം അത് പോയി. ഒരു തരത്തിൽ ഇങ്ങനെ സംഭവിച്ചത് നന്നായി. കാരണം അവൻ എന്നെ പോലെ ആവില്ലല്ലോ. എനിക്ക് കിട്ടാത്തതൊക്കെ അവന് കിട്ടും. നല്ലൊരമ്മ, താരാട്ട് കേട്ട്, തലോടലേറ്റ്, അവളെ സ്നേഹിക്കപ്പെട്ട് അവൻ വളരും. ദൂരെ നമുക്കത് കണ്ടൂടെ അങ്കിൾ? മോനെ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഏയ്, ഞാൻ സങ്കടപ്പെടുന്നില്ലല്ലോ. ഓ, എന്റെ കണ്ണുനീരല്ലേ? അത് എന്റെ സന്തോഷം കൊണ്ടായിരിക്കും. അതെ, സന്തോഷം കൊണ്ട്.